ഇമോഷണൽ ആയിട്ട് കണ്ണൊക്കെ നിറഞ്ഞു വളരെ ഇമോഷണലാണ്. സന്തോഷം വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. എല്ലാം പെർഫോമൻസ് റെസ്പോൺസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റർടൈനറാണെന്ന രീതിയിൽ നല്ലൊരു കോമഡി ചിത്രം കണ്ടൊരു ഫീലിംഗ് ആണ്. ഫാമിലിയായിട്ടെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന കോമഡിയാണ്, നല്ല ഫാമിലി ആയിട്ട് നല്ല പാട്ടും. വളരെ എന്താ പറയുക ഡിഫറെന്റ് എക്സ്പീരിയൻസ്. നമ്മൾ എപ്പോഴും എല്ലാ സിനിമകളും നല്ല റെസ്പോൺസ്. ചേച്ചിയുടെ തിരിച്ചുവരവാണെന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? നല്ലൊരു പ്രതികരണങ്ങളാണ് തിയേറ്ററിനുള്ളിൽ നിന്ന്. അപ്പൊ എന്ത് തോന്നി? സിനിമ കണ്ടിട്ടാണ് തോന്നി? നമ്മൾ ഉണ്ടാക്കിയ സിനിമയല്ലേ ഓഡിയൻസിനെ കാണുമ്പോൾ അത് വർക്ക് ചെയ്യുമ്പോൾ വി ആർ ഹാപ്പി. നമ്മൾ അതിനാണല്ലോ ചെയ്യുന്നത്. സിനിമ ചെയ്യുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, ആൾക്കാർ അതിൽ റിയാക്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമാണ്. വെരി ഹാപ്പി. സൊസൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട് സിനിമ. മാത്രമല്ല, ഇതിൽ ആദ്യമായിട്ട് ഞങ്ങൾ സാധനം ചെയ്യുന്നത് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. മലയാളത്തിൽ ആദ്യമായിട്ട് ബിഗിനിങ്ങിൽ മീരയുടെ പ്രായം, ബിഗിനിങ് പോർഷനിൽ മീരയുടെ പ്രായം 23. അത് ഞങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കി ചെയ്തതാണ്. അത് കണ്ടില്ല അല്ലേ? ഞാൻ കണ്ടില്ല. അപ്പൊ എല്ലാ തരത്തിലും സൊസൈറ്റി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് സിനിമയിൽ. അങ്ങനെയുണ്ട്. മോർ എന്റർടൈനർ, സന്ദേശം നൽകുന്നതല്ല, ഒരു എന്റർടൈനർ. ഫാമിലി ആൻഡ് യങ്സ്റ്റേഴ്സ് വുഡ് ലൈക്ക് ടു വാച്ച് ഇറ്റ്. അത്രയും എങ്കിൽ പോലും സാറിന് ഒരുപാട് നാളുകളായി ഇത്ര നല്ലൊരു ചിത്രം അവർക്ക് ലൈവ് വന്നു കിട്ടതാകുന്നു. ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. പാലും പഴം പടം അത് ഒരു ത്രൂ ഔട്ട് കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു ഫാമിലിക്ക് കാണാവുന്ന ഒരു കോമഡി പടം. പിന്നെ അഭിനയിച്ച എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ഷനൊക്കെ നല്ല രീതിയിൽ ത്രൂ ഔട്ട് കോമഡി ആയാലും കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മീര ജാസ്മിൻ്റെ ഒരു തിരിച്ചു വരും, അങ്ങനെ വേണം പറയാൻ. മീര ജാസ്മിൻ പണ്ടത്തെ മീര ജാസ്മിൻ എങ്ങനെ ഇരുന്നോ അതേപോലെ തന്നെ സെയിം ഒരു ലെവല് വന്നിട്ടുണ്ട്. പിന്നെ പടത്തിനെ പറ്റി ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പണ്ട് ദിലീപിൻ്റെ ഒരു പടം അറിയില്ലേ, മീനത്തി തലയിട്ട്, ആ ഒരു പടത്തിന്റെ സെയിം വൈബും കഥയും ഏകദേശം സെയിമൊക്കെ തന്നെ. പക്ഷേ അത് എടുത്തുന്ന രീതി അത് ഇന്നത്തെ കാലത്തിന്റെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. എന്തായാലും കോമഡി നമുക്ക് രസിച്ച് കാണാം. പിന്നെ ക്ലൈമാക്സിലൊക്കെ ഒരു ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ എന്തായാലും ചിരി ഉണ്ടാവും. എന്തായാലും ഫാമിലിക്ക് ധൈര്യമായിട്ട് കാണാം. ഈ സിനിമകളൊക്കെ തന്നെ കോമഡി സിനിമകൾ ഇപ്പോൾ മലയാള സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചിരി ഉണർത്തുന്നില്ല എന്നുള്ളൊരു ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ മിക്ക പടങ്ങളും ഞാൻ കോമഡി പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ആഴ്ച നുണക്കുഴി ത്രൂ ഔട്ട് കോമഡി, അതുപോലെ തന്നെ ബാക്കി ഒരുമാതിരി കോമഡിയും ഫസ്റ്റ് ഹാഫൊക്കെ കോമഡി ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ കോമഡി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കോമഡി പടങ്ങളെ അതിനൊക്കെ കിട്ടുന്ന ഒരു പിന്തുണ വേറൊരു പടങ്ങൾക്കും കിട്ടാൻ സാധ്യത ഇല്ലെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് കോമഡി പടമാണ് കൂടുതൽ. എല്ലാ തരത്തിലും ഫാമിലിക്ക് ഒന്ന് കാണാൻ, ഫാമിലിക്ക് ധൈര്യമായിട്ട് ഒരു കോമഡി പടമാണ് ഉദ്ദേശിക്കുന്നത്, ധൈര്യമായിട്ട് കാണാൻ.